ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു അടിപൊളി കമ്മലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ, ബ്ലാക്കും സിൽവറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കമ്മലാണിത്. ഈ കമ്മല് ഞാൻ ഈ മാലയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പം ഈ കമ്മൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ഐക്കൺ അടിക്കാൻ മറക്കരുത്. ഈ ഒരു കമ്മലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2 തരം ബീഡ്സാണ്. ഇത് ഗ്രേയിഷ് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സിൽവർ കളറിലുള്ള ഷുഗർ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ മോഡൽ. അപ്പോൾ അതാ ഇവിടെ ഗ്രേയിഷ് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സും ഇതാ ചെറിയ ഷുഗർ ബീഡ്സ് സിൽവർ കളറിലുള്ള ഷുഗർ ബീഡ്സും ഉണ്ട്. ഇത് നമ്മൾ കമ്മലുണ്ടാക്കാനായിട്ടുള്ള ബേസ് ഇതാ സിൽവർ കളറിലുള്ള ഇത് ബേസുണ്ട്. പിന്നെ ഇതാ നമ്മളിപ്പോൾ ബ്ലാക്ക് കളർ ബീഡ്സാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ബ്ലാക്ക് കളറിലുള്ള ത്രെഡും നീഡിലും ചെറിയ ബീഡ്സ് കോർക്കുന്ന നീഡിലും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതെല്ലാം ഈ ഫ്രെയിം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മളൊരു ഇതിന് വേണ്ടി നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഓർഡറിലിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ബ്ലാക്ക് കളറിലുള്ള ഈ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കും. അപ്പം നല്ല ബീഡ്സൊക്കെ നന്നായിട്ട് അതിനകത്ത് ഫിക്സ് ആയിട്ട് ഇരുന്നോളും, വിട്ടു പോവാതെ. ഓൾറെഡി നമ്മൾ നൂല് വെച്ച് കോർക്കുന്നതാണ്. പിന്നെ ഇത് വെച്ച് നമ്മൾ ഒട്ടിക്കുകയും കൂടി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതങ്ങനെ അഴിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയൊന്നും ചെയ്യത്തില്ല. കണ്ടോ, പിന്നെ ഫാബ്രിക് ഗ്ലൂ ആണ് നമ്മളിത് പേപ്പർ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് നമ്മളൊരു 6 എണ്ണം കോർക്കണം. കണ്ടോ, അപ്പോൾ 6 എണ്ണം കോർത്തിട്ടുണ്ട്. അത് കോർത്തിട്ട് നമ്മൾ ഈ നൂലിൻ്റെ എൻഡിൽ കൊണ്ടുവന്നിട്ട് നമ്മളിതിവിടെ കെട്ടിടുക. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ ഒരു സർക്കിൾ പോലെ ആവും. ബീഡ്സ് കൊണ്ടുള്ള ഒരു സർക്കിളാവും. ഇനി നമുക്ക് ഡബിൾ നോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ അപ്പം 2 പ്രാവശ്യം ഞാൻ ഡബിൾ നോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം കൂടി ഒന്ന് കോർക്കണം. അപ്പം നമ്മൾ ഒരു വട്ടം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കോർത്തു. എന്നിട്ട് വീണ്ടും നമ്മളിവിടെ ഒന്ന് ഡബിൾ നോട്ട് ഇടാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ബീഡ്സ് കൊണ്ടുള്ള സർക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതൊരു ഫ്ലവർ പോലെ നമ്മളിത് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫ്ലവർ മോഡൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രെഡിൻ്റെ ഒരു എൻഡ് നമ്മൾ മുറിച്ച് മാറ്റാൻ പോവാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്രേയിഷ് ബ്ലാക്ക് ഈ ക്രിസ്റ്റൽ ബീഡ്സ് നമ്മൾ ഈ സർക്കിള് വെച്ചതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാൻ പോവാം. നടുക്ക് വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നൂല് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ നീഡിൽ കോർക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ബീഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബീഡ് കോർത്തിട്ടുണ്ടായിരുന്നു. കോർത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തത്. അപ്പം
കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ബീഡ് വന്നു. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ മോഡലായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൾട്ടർനേറ്റ് ഈ ഓരോ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സിൽവർ കളറ് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോകും. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഈ ഓരോ ഈ ഔട്ടർ ഈ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഈ സിൽവർ ബീഡ്സ് വെച്ച് കൊടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള ഗ്യാപ്പിലും സിൽവർ ബീഡ്സ് നമ്മളിത് ചുറ്റും വെക്കണം. അപ്പോൾ നമ്മൾ ഈ സിൽവർ ബീഡ്സ് ഇങ്ങനെ ഓരോ ഗ്യാപ്പിലും വെച്ച് കൊടുത്തു കഴിഞ്ഞു. കണ്ടോ, അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഓൾട്ടർനേറ്റ് സിൽവർ ബീഡ്സ്, ഈ രണ്ട് സിൽവർ ബീഡ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ 4 ഈ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് 4 കുറക്കാം. കണ്ടോ, 4 ക്രിസ്റ്റൽ ബീഡ്സ്. എന്നിട്ട് ഞാൻ എടുക്കാൻ പോണത് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് സിൽവർ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ കുറക്കാൻ പോണേ. മനസ്സിലായോ? ഇങ്ങനെ. ഇനി ഞാൻ 4 ബീഡ്സ് കൊടുത്തിട്ട് അടുത്ത ഓൾട്ടർനേറ്റ് സിൽവർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കും. നാല് സിൽവർ ബീഡ്സ് കോർത്തു. ഇനി അടുത്ത് ചെയ്യാനുള്ളത് കണ്ടോ, ഓൾട്ടർനേറ്റ് സിൽവർ ബീഡിൻ്റെ ഇടയിൽ കൂടെ എടുത്തു. വീണ്ടും ഒരു 4 കൂടി കോർത്താൽ നമ്മുടെ ഈ സ്റ്റെപ്പ് കഴിയും. ഇപ്പം നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലായല്ലോ. ഇതൊരു സാധാരണ ഒരു റൗണ്ട് കമ്മലല്ല. കണ്ടോ, ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്, ഒരു ഷേപ്പാണ്. അപ്പോൾ ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ കോർക്കുന്നത്. കണ്ടോ, ഇപ്പം ഈ ഡിസൈൻ വരെയായി. ഇനി ഇതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്നും കൂടി ഇതിൻ്റെ ഈ ഇപ്പോൾ കോർത്തതൊക്കെ ഒന്നും കൂടി നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് കോർക്കണം. എന്നാലേ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതാണ് ഈ സ്റ്റെപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതുവരെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ, 2 ബ്ലാക്ക് ബീഡ്സിൻ്റെ ഇടയ്ക്ക് ഒരു സിൽവർ ബീഡ് വരുന്ന ഗ്യാപ്പുകൾ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ 5 സിൽവർ ബീഡ്സ് ആ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അടുത്ത ഈ ഗ്യാപ്പിൽ നമ്മൾ വെക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 5 സിൽവർ ബീഡ്സ് കോർക്കണം. 5 സിൽവർ ബീഡ്സ്. അപ്പോൾ അത് നമ്മൾ ഈ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാൻ പോകണം. കണ്ടോ, ഈ 3 ബീഡ്സിൻ്റെ മുകളിലായിട്ട് ഒരു ബ്ലാക്ക് ബീഡ്, സിൽവർ ബീഡ്, ഒരു ബ്ലാക്ക് ബീഡ്, അങ്ങനെയുള്ള ആ ഒരു സ്പേസിലാണ് നമ്മൾ ഈ സിൽവർ ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ 3 ബീഡ്സിൻ്റെ മുകളിലായിട്ട് വീണ്ടും 5 സിൽവർ ബീഡ്സ് വെച്ച് കൊടുക്കണം. കണ്ടോ, ഇത്രയായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ നമ്മൾ 3 സിൽവർ ബീഡ്സ് വെച്ച് കൊടുക്കും. അപ്പോൾ അതങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു സിൽവർ ഔട്ടർ ലൈനിങ് ആയിട്ട് മാറും.
നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതൊന്നും കൂടി ഈ എല്ലാ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി നമ്മളൊന്ന് കോർക്കണം. അപ്പോൾ അത് നല്ല കണ്ടിന്യൂസ് ആയിട്ട് അത് വരും. അപ്പോൾ അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഞാനെല്ലാം നമ്മൾ സിൽവർ ബീഡ്സ് വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം ഒരു റൗണ്ടും കൂടി ഞാൻ കോർത്തു. അപ്പോൾ കണ്ടോ, അപ്പോൾ ഈ സിൽവർ ബീഡ്സ് എല്ലാം കൂടി ഒരു ഔട്ടർ ലൈനിങ് ആയി. അപ്പം ഇതുവരെയുള്ള ഷേപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ സൈസ് മതി കമ്മലിനുള്ളവർക്ക് നമുക്കിവിടെ വെച്ച് നിർത്താം കേട്ടോ. വേണമെങ്കിൽ ഈ കമ്മൽ ഇവിടെ വെച്ച് നിർത്താം. ഇനി നമുക്ക് ഇതിനെ ഇത്രയും കൂടി വലുതാക്കാനായിട്ട് ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് 3 ക്രിസ്റ്റൽ ബീഡ്സ് കോർക്കും. ഈ 3 ക്രിസ്റ്റൽ ബീഡ്സ് നമ്മൾ കോർക്കുന്നത് 2 സിൽവർ ബീഡിൻ്റെ മുകളിലാണ്. കണ്ടോ, ഡിസൈൻ മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെ വരും ഇതിൻ്റെ, കണ്ടോ, ഈ ഒരു ഷേപ്പിൽ വരും. നമ്മളിങ്ങനെ 3 സിൽവർ ബീഡ്സ് 2 ബീഡിൻ്റെ മുകളിലായിട്ട് വെക്കുമ്പോൾ ഇങ്ങനൊരു ഷേപ്പിൽ വരും. കണ്ടോ, അപ്പോൾ അടുത്ത 3 ബീഡ്സ് വെച്ചു. അപ്പോൾ ഈ ഒരു ഷേപ്പ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ 2 ബീഡ്സിൻ്റെ ഇടയ്ക്കായിട്ട് ഇതിങ്ങനെ ചുറ്റും വെച്ച് പോകാൻ പോകണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഞാനപ്പോൾ അത് ചുറ്റും വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 3 ക്രിസ്റ്റൽ ബീഡ്സ് വെച്ച് ചുറ്റും നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഈ ഷേപ്പ് മനസ്സിലായി കാണുമല്ലോ അത് എങ്ങനെ കിട്ടിയെന്നുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഈ ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ടല്ലോ, ആ ഓരോ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെയും ഗ്യാപ്പിൽ നമ്മൾ 2 ക്രിസ്റ്റൽ ബീഡ്സ് വെച്ച് കോർത്ത് പോകാൻ പോകണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അപ്പോൾ 2 ക്രിസ്റ്റൽ ബീഡ്സ് കോർക്കുക. എന്നിട്ട് നമ്മളിതാ ഈ ഔട്ടർ ലെയറിൽ നിൽക്കുന്ന ഈ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കുക. കണ്ടോ, അപ്പോൾ ഷേപ്പ് വരുന്നുണ്ടോ. ഇനി ഇവിടെ നിന്ന് വീണ്ടും 2 ക്രിസ്റ്റൽ ബീഡ് കോർത്തിട്ട് ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുണ്ടാവുമല്ലോ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്ത് ഈ ഔട്ടർ ലെയർ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ബീഡ്സ് ഓരോ ഗ്യാപ്പിലും വെച്ച് ഫില്ല് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ഔട്ടർ ലെയറിൽ നമ്മൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തീരാറായി. ഇനി ലാസ്റ്റ് ഗ്യാപ്പും കൂടി ഫില്ല് ചെയ്യാനുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഔട്ടർ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്ക് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഫുൾ ഈ ഔട്ടർ ലെയർ ഒന്നും കൂടി നമ്മളൊന്ന് കോർത്തെടുക്കണം. അപ്പോഴാണത് കറക്റ്റ് ആ ഓർഡറിൽ വരത്തുള്ളൂ. ഇതിങ്ങനെ ഫുൾ നമുക്കിതൊരു റൗണ്ട് ഫുൾ കോർത്ത് എടുക്കാം. അപ്പോൾ നല്ല ഷേപ്പിലായിക്കോളൂ അത്. അപ്പോൾ അതാ ഞാൻ ഈ ഔട്ടർ ലെയറിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം ഒന്നുകൂടി ഇത് നൂല് കോർത്തെടുത്തു. അപ്പോൾ കണ്ടോ, ഈ ഔട്ടർ ലൈനിങ് എല്ലാം ഒരേ ലൈനിലായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ഫ്രെയിം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മലിൻ്റെ ഈ ബേസ് ഉണ്ടല്ലോ, ഈ ബേസ് നമ്മൾ ഇതുമ്മ തുന്നിപ്പിടിപ്പിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കമ്മലിൻ്റെ ഈ ബേസ് പിടിപ്പിക്കുന്നത് ഇതിൻ്റെ ഏകദേശം ഒരു മുകൾ ഭാഗത്തായിട്ടാണ്, സെൻട്രലായിട്ടല്ല, മുകൾ ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ കമ്മലിടുമ്പോൾ അതിൻ്റെ മേജർ പോർഷൻ ഇങ്ങനെ കാതിൻ്റെ താഴേക്ക് നിൽക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നൂല്, ഈ സൂചിയും നൂലും നമുക്ക് ഈ മോൾ ഭാഗത്തേക്ക് എത്തിക്കണം. ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത്
അപ്പോൾ അത് ആ സൂചി ഏകദേശം ഈ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് എത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് പിടിപ്പിക്കലാണ്. ഇത് പിടിപ്പിക്കാനായിട്ട് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഏകദേശം മുകൾ ഭാഗത്തായിട്ടാണ് പിടിപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഓരോരോ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ കോർത്താൽ മതി നമ്മൾ. ഒരുവിധം നമ്മളിതിവിടെ ഫിക്സ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കോർക്കാം. അപ്പോൾ നമ്മളിതിവിടെ ഫിക്സ് ചെയ്തു. ഇനി നമുക്കിതിവിടെ നന്നായിട്ടൊന്ന് കെട്ടിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഡബിൾ നോട്ട് ഇട്ടു. 2 പ്രാവശ്യം ഡബിൾ നോട്ട് ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്ത് നമ്മൾ മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ ബ്ലാക്ക് പേപ്പർ ഇതിൻ്റെ അടിയിൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതാ ഈ പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഫാബ്രിക് ഗ്ലൂ തേച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പേപ്പർ നമ്മൾ ഒട്ടിച്ചു. ഇനി രണ്ടാമത്തെ പേപ്പർ നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ പോകുന്നു. അപ്പം അതാ നമ്മുടെ കമ്മൽ റെഡിയായി. ഈ കമ്മലിന് നമ്മൾ അടിഭാഗമായിട്ട് ഇടുന്നത് ഇത്തിരി ഇങ്ങനെ പരന്ന ടൈപ്പ് അടിഭാഗമാണ്. കാരണം നമ്മുടെ ഈ വലിയ സ്റ്റഡുകളൊക്കെ നന്നായിട്ടിരിക്കണമെങ്കിൽ, കാതിൽ നന്നായിട്ടിരിക്കണമെങ്കിൽ ഇതുപോലത്തെ പരന്ന ഒരു അടിഭാഗം ഇടുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മളിപ്പോൾ ഒട്ടിച്ചത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ കണ്ടോ, അപ്പം ഇതാണ് നമ്മുടെ കമ്മൽ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.